പുരോഗമിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയും നമ്മൾ എവിടെ നോക്കിയാലും കലാകാരന്മാരും കലാകാരികളുമാണ്. അപ്പൊ എന്റെ കൂടെ ഒരു മിടുക്കി കലാകാരി ഉണ്ട്. ഇത് ആരാ, എന്താ പേര്? ഗൗരി. ഗൗരി, വേഷം കണ്ടിട്ട് ഭരതനാട്യമാണെന്ന് തോന്നുന്നു, ആണോ? ആണ്. ഗൗരി ഏത് ജില്ലയ്ക്ക് വേണ്ടി, ഏത് സ്കൂളിന് വേണ്ടിയാ വന്നിട്ടുള്ളത്? ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് പൂവറ്റൂർ സ്കൂളിന് വേണ്ടിയിട്ടുള്ള വന്നത്. മത്സരം കഴിഞ്ഞോ? കഴിഞ്ഞു. സൂപ്പറായോ? ആ സൂപ്പറായോ? നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുത്താലോ? ആദ്യം നമുക്ക് ഗൗരി എന്നല്ലേ പേര് പറഞ്ഞത്? അപ്പൊ ഗൗരി കുട്ടിയുടെ പെർഫോമൻസ് കാണാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പൊ തകർത്തോ. ും താ രി ത രി ത കിണ്ണ ത ക ന ക ജം ത ജം ത ജം ത ത ക ജം ത ജണു ധിം ത ത ധിമി ത കിട്ട ത ക ത രി ത കിണ്ണ ത ക ന ക ജം ജം ത ജം ത ത ക ജം ത ജണു ധിം ത ത ധിമി ത കിട്ട ത ക ത ത രി ത കിണ്ണ ത ക ന ക ജം ജം ത ജം ത ത ക ജം ത ജണു ധിം ത ത ധിമി ത കിട്ട ത ക ത രി ത കിണ്ണ ത ക ന ക ജം ജം ത ജം ത ത ക ജം ത ജണു ധിം ത രി ത കിണ്ണ ത ക ന ക ജം ജം ത ജം ത ത ക ജം ത ജണു ധിം ത രി ത കിണ്ണ ജം തരി തക്കിണ്ണ ജം തരി തക്കിണ്ണ ജം താരി തക്കിണ്ണ ജം താരി തക്കിണ്ണ ജം തരി തക്കിണ്ണ ജം താരി തക്കിണ്ണ തരി തക്കിണ്ണ താരി തക്കിണ്ണ തരി തക്കിണ്ണ താരി തരി തജം തക്കിടതകതരി കിടതും തകത തജം തക്കിടതകതരി കിടതും തക്ക ദിക്കു താങ്കിടതക ദിങ്കിടതകത കിടതകതരി കിടതും ഗൗരിക്കുട്ടി, ഇതാ പറഞ്ഞത് ഞെട്ടിക്കെന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചിരിക്കണു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഈ ഭരതനാട്യം പോലുള്ള കലകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് നൃത്തം അറിയണം, ഒപ്പം അഭിനയവും അറിയണം. ഗൗരിയുടെ ഡാൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, കണ്ണിൽ തന്നെ ഉണ്ട് അതായത് ആയ ഒരു അഭിനയം. ഗൗരിയുടെ തൊട്ടടുത്ത് ഒരാളുണ്ട്, അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് തോന്നാണ്. ഗൗരി എത്ര നാളായി ഡാൻസ് പഠിക്കണു? ഞാൻ 10 വർഷത്തിൽ കൂടുതലായി പഠിക്കുന്നു. 10 വർഷത്തിൽ കൂടുതലായി? ഓ അടിപൊളി. അപ്പോൾ ആരാ ഗുരു? ആരാണ്? എറണാകുളം സൂരജ് നായർ. സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ വരണു എന്ന് കേട്ടപ്പോ എല്ലാരും എന്താ പറഞ്ഞത്? സ്കൂളിൽ നിന്നും പിന്നെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാരും എന്ത് പറഞ്ഞു? നന്നായിട്ട് കളിച്ചിട്ട് വരിക, അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അനുഗ്രഹം കിട്ടിയിരിക്കണു, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇന്ന് ഏത് ഐറ്റാണ് ഇപ്പോൾ കളിച്ചത്, അല്ലെങ്കിൽ ഏത് കഥയാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഈ കളിച്ച ഐറ്റം? ബലരാമവർണ്ണാണ് കളിച്ചത്. നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികളോട് നമ്മൾ ചോദിക്കുക ഭാവിയിൽ ആരാവണം എന്നാണ് ആഗ്രഹം, അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഗൗരിക്ക് ഭാവിയിൽ ആരാവണം എന്നാണ് ആഗ്രഹം? ഡാൻസർ ആവണം തന്നെയാണ് ആഗ്രഹം. ഡാൻസർ ആവണം. ഇപ്പോൾ വേറെ പ്രൊഫഷണൽ നമ്മൾ നോക്കുമല്ലോ, ഇപ്പം ഡിഗ്രിയും PG ഒക്കെ നമ്മൾ ഏതെങ്കിലും വിഷയം എടുത്തിട്ട് ഒരു വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ അതെന്ത് ജോലിയാണ്? അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ, പ്ലാൻ ഉണ്ടോ? ഇല്ല.
ഡാൻസർ ആവണം. അതായത് നൃത്തത്തിന് വേണ്ടി ജനിച്ച കുട്ടിയാണ് ഗൗരി. അത് നമുക്ക് നൃത്തം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഇപ്പൊ വലിയ നർത്തകിയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ അടിപൊളി. അപ്പൊ ഇനി വരുന്ന കലോത്സവങ്ങളിലും ഞങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാൻ ഗൗരി ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവും അറിയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഗൗരിക്കുട്ടിക്ക് നമ്മുടെ വക ഒരു സമ്മാനമുണ്ട്. ബോക്സർ സമ്മാനിക്കുന്ന ഒരു ക്യാപ്പാണ്. നമ്മൾ നല്ല വെയിലാണ്, അപ്പോൾ പുറത്തേക്ക് നടക്കുമ്പോൾ ഈ ക്യാപ്പ് വെച്ചിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വക ഒരു കുഞ്ഞു സമ്മാനം ബോക്സർ സ്പോൺസർ ചെയ്യുന്ന ക്യാപ്പാണ്. താങ്ക് യു.